വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ വരട്ടിയതാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോഗ്രാം മട്ടനാണ്. മട്ടൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പും മസാലയും എല്ലാം മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മട്ടൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് ഇതൊന്ന് കളർ മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായി വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയെല്ലാം ഒന്ന് മൂത്ത് മണം വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഒരു 30 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാടൻ കറികൾ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇവ ചേർത്തതിന് ശേഷം ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ നന്നായി വറുത്ത് പൊടിച്ചത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്ത് തന്നെ മസാല നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിവിടെ കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മട്ടൻ കുക്കായോ എന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ പകുതി കുക്കായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പകുതി നമ്മൾ മട്ടൻ മസാലയിലേക്ക് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം കൊണ്ട് തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മട്ടനകത്തെ ഗ്രേവി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. മട്ടനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മട്ടൻ കുക്കായ വെള്ളം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഗ്രേവി ഒന്ന് കുറുകിയതിന് ശേഷമാണ് നമ്മൾ മട്ടൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രേവി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുക്കറിലുള്ള മട്ടൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ പകുതി മാത്രമേ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പകുതി ഈ മസാലയിൽ കിടന്നിട്ടാണ് മട്ടൻ കുക്കാവുന്നത്. അപ്പോൾ ആ മട്ടനിൽ മസാല നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഈ മട്ടൻ്റെ മസാലയ്ക്ക് ഉണ്ടാവുക.
അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കവർ ചെയ്ത് മട്ടൻ ഒന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 1/4 ഭാഗം വരെ മട്ടൻ കുക്കായിട്ടുണ്ട്. മട്ടൻ ഞാനിവിടെ ഇടയ്ക്ക് 1-2 തവണ തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഗ്രേവി കുറവായതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ മട്ടൻ ഏകദേശം കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ പെരിഞ്ജീരകം പൊടിക്കുന്ന സമയത്ത് പച്ച പെരിഞ്ജീരകമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ പച്ച പെരിഞ്ജീരകം പൊടിച്ച് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മട്ടൺ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ മസാലയാണിത്. ഇത് കവർ ചെയ്ത് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മട്ടനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആ വെളുത്തുള്ളി 2 ചേർത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ ആ മട്ടൻ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനിവിടെ മട്ടണിലേക്ക് ചേർത്ത് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് മട്ടൻ മസാല തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റായി താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോസായി വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ മട്ടൻ ഞാനിവിടെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.